ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മിനാനീസ് വ്ളോഗ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി നാടൻ ചെമ്മീൻ റോസ്റ്റാണ്. വളരെ ടേസ്റ്റിയും സിമ്പിളും ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലോട്ട് പോകാം. ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ 1 കിലോ ചെമ്മീനാണ് എടുത്തേക്കുന്നത്. നല്ലപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, അതുപോലെ തന്നെ ഒരു 2 കുടംപുളിയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇത് വേകുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് തന്നെ നല്ലപോലെ വേവിച്ചെടുക്കാം. കണ്ടില്ലേ, ഇപ്പോൾ ചെമ്മീൻ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് വേറൊരു പാനിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടാകുന്നത് വരെ വെയിറ്റ് ചെയ്യാം. എണ്ണ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിനകത്തോട്ട് 2 സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴറ്റി വരുന്നതിന് വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ലപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 4 പച്ചമുളക് നടുവെച്ചേണ്ടിയത്, അതുപോലെ തന്നെ ഒരു 2-3 വെളുത്തുള്ളി ചതച്ചത്, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചതച്ചത്, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ചൂടാക്കിയെടുക്കാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ഒക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ചൂടാക്കിയെടുക്കാം. പിന്നെ ഇത് ചെമ്മീൻ്റെ ഡിഷല്ല, അതുകൊണ്ട് തന്നെ നമുക്ക് വെളുത്തുള്ളിയുടെ അളവ് വളരെ കുറച്ച് മതി. 2-3 ഒക്കെ ഇട്ടാൽ മതി, അധികം ഇടണമെന്നില്ല, കുറച്ചിട്ടാൽ മതി. നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മളിപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നുള്ളൂ, നമ്മൾ ലാസ്റ്റ് കുറച്ചും കൂടെ കറിവേപ്പില വേറെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി ചൂടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതെല്ലാം ചേർത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. പിന്നെ നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ ഇടണം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. നല്ലപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഒരു തക്കാളി ചെറുതാക്കി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലപോലെ വെന്ത് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഒന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും, തക്കാളി സോഫ്റ്റായിട്ട് കിട്ടും. നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ആ സ്പൂൺ വെച്ചിട്ട് ആ തക്കാളിനൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീനെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ചെമ്മീൻ വേവിച്ച് വന്നപ്പോഴത്തേക്കും തന്നെ അതിൻ്റെ വെള്ളമൊക്കെ ഒരു വിധത്തിൽ വറ്റി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമേ ഉള്ളൂ. അപ്പോൾ ആ ഗ്രേവി അടക്കം നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല പോലെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചെമ്മീൻ വേവിച്ച് വന്നപ്പോൾ അതിനകത്ത് കാര്യമായിട്ട് വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇതിനകത്തോട്ട് കുറച്ചൊരു 1/2 കപ്പിന് താഴെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ മൂടി വെച്ച് നല്ലപോലെ ഒന്ന് ഒരു 5 മിനിറ്റ് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ മസാലയൊക്കെ നല്ലപോലെ ചെമ്മീനിൽ പിടിക്കും. അതിന് വേണ്ടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പം 5 മിനിറ്റ് ആയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലപോലെ തിളച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട്, സെറ്റായി വന്നിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് എടുക്കണമെങ്കിൽ നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. കറിവേപ്പില ചേർക്കുമ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, കാരണം നമ്മൾ വെളിച്ചെണ്ണയിലാണല്ലോ സവാളയൊക്കെ വാട്ടിയത്. താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് അവോയ്ഡ് ചെയ്യാം. 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളുടെ അടിപൊളി ചെമ്മീൻ റോസ്റ്റ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു നാടൻ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഫുള്ള് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കിയെടുത്തത്. നല്ലൊരു ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെയും മിന്നാനീസ് വ്ളോഗ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതിലുള്ള ഓപ്ഷൻ കൂടെ സെലക്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. വീഡിയോസൊന്നും മിസ്സായി പോവില്ല. താങ്ക് യു.